ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇന്നലെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിന്നില്ല, മോർണിംഗ് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ആദ്യം ചെയ്ത്. അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. പിന്നെ ഒന്നൊരു ബുക്ക് ആൽബം മിനി ഫ്രെയിമും കൊറിയർ അയക്കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോ എടുത്ത് പാക്ക് ചെയ്യാണ്. ഇത് രണ്ടും ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തണം. 2 മണി കഴിഞ്ഞിട്ട് ചെന്നാലേ പിന്നെ അവർ അയക്കില്ല. ഇതിൻ്റെ മുന്നത്തെ പ്രാവശ്യം അയക്കുമ്പോൾ ഞാൻ 2 മണിയാകുമ്പോഴാണ് അവിടെ എത്തിയത്. പക്ഷെ എന്നാലും അവരത് അയക്കാൻ പറ്റില്ല കാരണം അത് ചില പോസ്റ്റ് ഓഫീസിൽ 2 മണി വരെ സ്പീഡ് പോസ്റ്റ് അയക്കുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അടുത്തുള്ള വേറൊരു പോസ്റ്റ് ഓഫീസിൽ 3 മണി വരെ അവർ സ്പീഡ് പോസ്റ്റ് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് അയക്കുകയാണ് ഇത്. ഞാൻ കൂടുതലായിട്ടും DTDC വഴിയാണ് അയക്കാറ്. പിന്നെ നെയിം സ്ലിപ്പിൻ്റെ ഓർഡേഴ്സ് വന്നപ്പോഴാണ് ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു തുടങ്ങിയത്. കുറേ മുന്നൊക്കെ ഞാൻ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയച്ചിരുന്നത്. പിന്നെ ഇപ്പോഴാണ് ഇന്ത്യ പോസ്റ്റ് വഴി അയച്ചു തുടങ്ങിയത്. ചെറിയ ഫ്രെയിംസൊക്കെ ആണെങ്കിൽ അയക്കുമ്പോൾ കുഴപ്പമില്ല. വലിയ ഫ്രെയിമൊക്കെ ആകുമ്പോൾ അയക്കുമ്പോൾ ഡാമേജ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ DTDC ചൂസ് ചെയ്യാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പിന്നെ ചെറിയ ഫ്രെയിം ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാൻ കാരണം ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമ്മൾ DTDC വഴി അയക്കണേക്കാളും ചാർജ് കുറവേ വരുന്നുള്ളൂ. അപ്പോൾ നെയിം സ്ലിപ്പൊക്കെ അയക്കുമ്പോൾ നമുക്ക് അതാണ് വെർത്തായിട്ടുള്ളത്. അതാണ് ഞാൻ ഇന്ത്യ പോസ്റ്റ് പിന്നെ ഇപ്പോൾ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ എനിക്ക് തോന്നി നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ അയക്കുമ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുമ്പോൾ കുറച്ചുകൂടെ ചാർജ് കുറവാണ് വരുന്നത്. നമ്മൾ DTDC വഴിയാണെങ്കിൽ 100 രൂപ അതിൻ്റെ മേലൊക്കെ ആയിട്ട് ചിലപ്പം കൊറിയർ ചാർജ് വരും. പിന്നെ ഫ്രെയിം ഞാൻ ആദ്യം തെർമാക്കോൾ വെച്ചിട്ട് മാത്രം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ പോസ്റ്റ് വഴി അയക്കണതുകൊണ്ട് ഞാനത് ഒരു ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുകൊണ്ടും ഇളകാണ്ടിരിക്കാൻ കുറച്ച് പേപ്പറൊക്കെ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുത്ത്. പിന്നെ ബുക്ക് ആൽബം അങ്ങനെ ഡാമേജ് ഒന്നും വരാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബബിൾ റാപ്പ് ചെയ്തിട്ട് ഒരു ബോക്സിൽ വെക്കുകയാണ് ചെയ്തത്. അത് ബബിൾ റാപ്പ് ചെയ്യണമെന്നില്ല, എന്നാലും ഞാനത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ രണ്ടിലും അഡ്രസ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതൊരു ക്ലീൻ ഫിലിം യൂസ് ചെയ്തിട്ട് ഞാൻ ആ ബോക്സ് കവർ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ബോക്സ് നനയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ഫിലിം യൂസ് ചെയ്തിട്ടാണ് കവർ ചെയ്യണത്. പിന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് നോട്ട് ചെയ്ത് വെക്കാനും പിന്നെ പേയ്മെൻറ്റിൻ്റെ അത് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് കൊറിയർ അയക്കാൻ പോയി. കൊറിയർ അയച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നെയിം സ്ലിപ്പ് പ്രിൻ്റ് ചെയ്യാനും ബേക്കറിയിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി 3 ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു.
നിങ്ങൾക്ക് ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പഠിക്കാൻ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ പണിയാന്ന്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പാക്ക് ചെയ്യിക്കാൻ വെച്ച് മഴ മാറേണ്ട ശേഷം എടുക്കാമെന്ന് വെച്ചിട്ട് മഴ മാറിയപ്പോൾ 3 ഫ്രെയിമും ഫോട്ടോ എടുത്തിട്ട് പിന്നെ പാക്ക് ചെയ്യാമെന്ന്. ആദ്യം ഇന്ന് കൊടുക്കാനുള്ള ഫ്രെയിമാണ് പാക്ക് ചെയ്യുന്നത് വെച്ചാൽ റാപ്പിംഗ് ഷീറ്റ് തേങ്ങയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം ആ ഫ്രെയിം പാക്ക് ചെയ്ത് വെച്ച്. പിന്നെ ബാലൻസ് ഷീറ്റ് കൊണ്ട് ഞാൻ A4 കവർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് തികയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതായിട്ട് 6x4 കവർ ചെയ്ത്. A4 പിന്നെ കൊടുക്കാൻ അർജൻറ്റുള്ളതല്ലായിരുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ റാപ്പിംഗ് ഷീറ്റ് വാങ്ങിയിട്ട് അതങ്ങനെ കവർ ചെയ്യാമെന്ന് വെച്ച്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചധികം നോട്ട് എഴുതാൻ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് എഴുതായിരുന്നു. എട്ട് മണി വരെയൊക്കെ ഇരുന്ന് നോട്ട് എഴുതി. പിന്നെ ബാക്കി പിന്നെ എഴുതാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള്, ഇനിയും കുറേ എഴുതാണ്ട്. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഫുഡ് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.